ഹലോ ഹായ് എവരിവൺ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പേർക്കെങ്കിലും ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ക്യാൻസൽ ആയില്ലേ. PSയുടെ ഭാഗത്ത് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നായിരുന്നു. കാരണം ആലപ്പുഴ ജില്ലയിലെ ഒരു സ്കൂളിൽ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഉച്ചയ്ക്ക് നടത്തേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ എടുത്ത് കൊടുത്തു. സോ അതെന്ത് ചെയ്തു, ഒഫീഷ്യലായിട്ട് ആ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. കാരണം ഒരുപാട് പേര് വിഷമിച്ചാണ്. കാരണം എന്താണ്, രാവിലെ തന്നെ എക്സാം ഹാളിൽ എത്തിയവരുണ്ടായിരുന്നു. അവരൊക്കെ വിഷമിച്ചാണ് തിരികെ പോയത്. കാരണം ആ ഒരു ദിവസം അവർ ഡെഡിക്കേറ്റ് ചെയ്തെത്തി അല്ലേ. സോ അവർക്കൊരു ആശ്വാസമേകുന്ന ഒരു വാർത്ത. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ റദ്ദാക്കിയ LGS പരീക്ഷ കേട്ടോ. റദ്ദാക്കിയ LGS പരീക്ഷ സെപ്റ്റംബർ ആദ്യം നടത്തിയേക്കും എന്നൊരു ഡേറ്റ് വരുന്നുണ്ട്. അതായത് ഇന്നത്തെ PSC യോഗത്തിൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊരു ചർച്ച നടക്കും, ഒരു ഒഫീഷ്യൽ ഡിസിഷൻ എടുക്കും എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ഇനിയും നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾക്ക് സെപ്റ്റംബറോടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം റദ്ദാക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീ എക്സാം എന്ത് ചെയ്യും, സെപ്റ്റംബറോട് കൂടി തന്നെ എന്ത് ചെയ്യും, നടത്തിയേക്കും. അതേപോലെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ രണ്ടാം ഘട്ട കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ സെപ്റ്റംബർ ആദ്യം നടത്തിയേക്കും. ഇന്ന് നടക്കുന്ന PSC യോഗത്തിൽ എന്തായാലും എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. സോ എന്തായാലും നിങ്ങൾക്ക് ഇന്നൊരു കൺഫർമേഷൻ അറിയാൻ പറ്റിയേക്കും. അതേപോലെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതേസമയം ഓഗസ്റ്റ് 1 രാവിലെയും ഉച്ചയ്ക്കുമായി നടത്തുന്ന LGS പരീക്ഷ 3ഉം 4ഉം ഘട്ട പരീക്ഷകൾക്ക് എന്താ മാറ്റമില്ല. അതായത് ഓഗസ്റ്റ് 1 വേണ്ടി പഠിക്കുന്നവർ ഇപ്പോഴേ ഇതിന് ടെൻഷൻ അടിച്ച് മാറി നിൽക്കണ്ട. കാരണം എന്താണ്, നിങ്ങൾക്ക് എന്തായാലും അത് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് എന്ത് ചെയ്യും, 2 സ്റ്റേജ് എക്സാംസ് നടത്തും. സോ അതിൽ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. സോ അതിനായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്ന എന്ത് ചെയ്യേണ്ട, പിറകോട്ട് പോകണ്ട. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടി ആഞ്ഞ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്തോ. കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്, ആ ഒരു എക്സാം നേടിയെടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതാൻ പറ്റാത്തവരോടാണ്. നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, റീ എക്സാം ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നടത്തും. അതിനെക്കുറിച്ച് ഡിസിഷൻ ഇന്നത്തെ എന്ത് ചെയ്യും, യോഗത്തിൽ തന്നെ എന്ത് ചെയ്യും, വരും. സോ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതേപോലെ വേറൊരു കാര്യം കൂടി, PSCയുടെ അടക്കമുള്ള മറ്റ് പൊതുപരീക്ഷകളുടെ ടൈം ടേബിൾ നോക്കി സ്കൂളുകളുടെ ലഭ്യത വിലയിരുത്തിയ ശേഷമാകും എന്ത് ചെയ്യുക, പുനഃപരീക്ഷ തീയതിയിൽ അന്തിമ തീരുമാനമെടുക്കുക കേട്ടോ. അതായത് എന്തായാലും എന്ത് ചെയ്യും, വരാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളുണ്ടല്ലോ. സോ അതിൻ്റെ കൂടി ടൈം ടേബിളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം, ഒരു ഫൈനൽ ഡിസിഷൻ എന്ത് ചെയ്യാം, എടുക്കാം. നമുക്ക് എന്തായാലും ഒരു സെപ്റ്റംബറിൽ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇനി പഠിക്കാതിരിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. കാരണം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യേണ്ടവരാണ്, എക്സാം എഴുതേണ്ടവരാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെപ്റ്റംബറോട് കൂടി തന്നെ എന്ത് ചെയ്യാം, എക്സാം പ്രതീക്ഷിക്കാം. ഏകദേശം 200 സ്കൂളുകളൊക്കെ വേണ്ടി വരും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ നമുക്ക് ഇത്രയും അറിഞ്ഞാൽ പറ്റും. നമുക്ക് എന്തായാലും എന്ത് ചെയ്യും, റീ എക്സാം നടത്തും. ഓക്കെ, സെപ്റ്റംബറോട് കൂടിയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് ഒഫീഷ്യൽ ഡേറ്റ് എന്ത് ചെയ്യും, ഒഫീഷ്യൽ ഒരു കൺഫർമേഷൻ എന്തായാലും ഇന്നത്തെ യോഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാം. സോ എനിക്ക് ഇത്രേ പറയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനിയും എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം, വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റണം. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ